ഹായ് എവരി വൺ. സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പിക് ക്രിസ്റ്റൽ ലാറ്റിസസ് ആൻഡ് യൂണിറ്റ്സ് എന്നുള്ള ടോപ്പിക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പലതരം ക്രിസ്റ്റലൈൻ സോളിഡുകളും അതിന്റെ ക്ലാസിഫിക്കേഷനും കണ്ടു അല്ലേ. അപ്പൊ അതിന്റെ എൻഡിൽ ഞാൻ പറയുന്ന കുറച്ച് ട്രിക്കുകൾ പഠിക്കാൻ. അപ്പൊ ആ ട്രിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നത് ഇവിടെ ഈ ഒരു ടോപ്പിക്കിലാണ്. ഇന്ന് ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ലാറ്റിസസ് ആൻഡ് യൂണിറ്റ് സെൽ, ബ്രാവൈസ് ലാറ്റിസസ്, അതുപോലെ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലുകൾ, പിന്നെ ലാസ്റ്റ് ടോപ്പിക് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ യൂണിറ്റ് സെൽ. എളുപ്പമുള്ള 4 ടോപ്പിക്കാണ്. പക്ഷെ എളുപ്പമുള്ളതാണെന്ന് പറഞ്ഞ് നമുക്ക് വിട്ട് കളയാൻ പറ്റില്ല. ഇവിടെ നമുക്കൊരു 90% ഓർ എബോവ് നമുക്ക് ചാൻസ് ഉള്ള ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് പോവുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടോപ്പിക് എന്താണ്? ക്രിസ്റ്റൽ ലാറ്റിസസ് ആൻഡ് യൂണിറ്റ് സെൽ. നമ്മൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം പറയാം. നമ്മൾ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ക്രിസ്റ്റൽ സ്ട്രക്ചറുകളെ പറ്റിയിട്ട് അല്ലെ. അതിന്റെ പ്രത്യേകത എന്താണ്? ക്രിസ്റ്റൽ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പീരിയോഡിസിറ്റി കാണാൻ പറ്റും. എന്താണ് പീരിയോഡിസിറ്റി എന്ന് പറയുന്നത്? അതിലൊരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ റിപ്പീറ്റ് ചെയ്യാനല്ലേ സ്പേസിൽ. ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷനാണല്ലോ, അതായത് XYZ ഉണ്ട്. അപ്പൊ അതിലൊരു ബേസിക് സ്ട്രക്ചർ 3 ഡയമെൻഷനായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ചെറിയൊരു എക്സാമ്പിൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളൊക്കെ വീടുകളിൽ ചിലപ്പോൾ ഫ്ലോറിൽ ടൈൽസ് പതിച്ചിട്ടുണ്ടാവില്ലേ, ടൈൽസ് വെച്ചിട്ടുണ്ടാവില്ലേ. അപ്പൊ അവിടെ നിങ്ങൾ ആ ടൈലിനെ വെച്ചുകൊണ്ട് നമുക്ക് ഇനി എക്സാമ്പിൾ ടെക്സ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പൊ നമ്മളെ വീട്ടിലെ ടൈൽസിനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഇവിടെ നിങ്ങളിപ്പോൾ ചിത്രം വരയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിലെ ടൈൽസ് നിങ്ങൾ ഫ്ലോറിലേക്ക് നോക്കിയാൽ മതി. അപ്പൊ ആ ടൈലുകളുടെ ഒക്കെ സെന്ററിലായിട്ട് എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് പറയണ പോലെ പോവുകയാണെങ്കിൽ എല്ലാ ടൈലിന്റെയും സെന്ററിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഡോട്ട്, അതായത് ഒരു പൊസിഷനാണത്, അതൊന്ന് ഇമാജിൻ ചെയ്യുക എല്ലാ ടൈൽസിന്റെയും സെന്ററിൽ. അതിനുശേഷം നിങ്ങൾ ടൈലിനെ വല്ലാണ്ട് എന്ത് ചെയ്യുക, റബ്ബ് ചെയ്ത് ഒഴിവാക്കുക. ടൈൽ നമുക്ക് വേണ്ട. ടൈലിനെ പറ്റി തൽക്കാലം നിങ്ങൾ അതിനെ ശ്രദ്ധിക്കണം. നിങ്ങൾ ആ പോയിന്റ്സിനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു സെറ്റ് ഓഫ് പോയിന്റ്സ് കിട്ടിയില്ലേ. ആക്ച്വലി സെറ്റ് ഓഫ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് പൊസിഷനുകളാണ്, സ്പേസ് ആണത്. അത് ആക്ച്വലി അവിടെ ഉള്ളത് തന്നെ ആയിരുന്നില്ല ആദ്യം. ശരിക്കും ആ പൊസിഷൻ സെന്റർ ആക്കിയിട്ട് ടൈൽസ് വെച്ചപ്പോഴല്ലേ ഇപ്പൊ ഉള്ള പോലെ നമുക്കൊരു അറേഞ്ച്മെന്റ് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ ആറ്റംസിന്റെ അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റ് കൊണ്ടല്ലേ ക്രിസ്റ്റൽ ഫോം ചെയ്തിട്ടുണ്ടാവുക. അതായത് ഓൾറെഡി സ്പേസിൽ കുറെ പോയിന്റ്സ് ഇമാജിൻ ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. പല ക്രിസ്റ്റൽ എന്താ പറയാ ഷേപ്പിനനുസരിച്ചിട്ട് ചില പോയിന്റ്സ് ഇമാജിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ മേലെ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾ കൊണ്ട് പ്ലേസ് ചെയ്യുമ്പോഴല്ലേ നമ്മൾക്ക് ആ ബേസിക് ആയിട്ടുള്ള റിപ്പീറ്റിംഗ് പാറ്റേൺ കിട്ടുന്നത്. അപ്പൊ ഇവിടെ ടെക്സ്റ്റ് ബുക്ക് പറയുന്ന ചില വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ദിസ് സ്കാഫോൾഡിംഗ്, ഞാൻ ഫസ്റ്റ് പാരഗ്രാഫിന്റെ ഒരു എൻഡിലെ സ്ഥലത്ത് കേട്ടോ, ആ പിക്ചറിന്റെ തൊട്ട് മേലായിട്ട് വായിക്കുന്നത്. ദിസ് സ്കാഫോൾഡിംഗ് ഇസ് എ സ്പേസ് ലാറ്റിസ് ഓൺ വിച്ച് 2 ഡയമെൻഷണൽ പാറ്റേൺ ഹാസ് ബീൻ ഡെവലപ്ഡ് ബൈ പ്ലേസിംഗ് സ്ട്രക്ചറൽ യൂണിറ്റ്സ് ഓൺ ഇറ്റ് സെറ്റ് ഓഫ് പോയിന്റ്സ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇമാജിൻ ചെയ്തിട്ടുള്ള ഈ സെറ്റ് ഓഫ് പോയിന്റ്സിന്റെ മേലെ നമ്മൾ ടൈൽസ് ആണ് ഇവിടെ. അപ്പൊ ആ ടൈൽസ് അറേഞ്ച് ചെയ്തപ്പോഴാണ് നമുക്ക് ഇപ്പൊ ഉള്ള ഈ ഒരു അറേഞ്ച്മെന്റ്, ഈ ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ക്രിസ്റ്റൽസിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ഈ അറേഞ്ച് ചെയ്യാൻ പോണതായിരിക്കും. നമുക്ക് ഇവിടെ വീട്ടിൽ ടൈൽസ് എന്ന് പറഞ്ഞു. ക്രിസ്റ്റൽസിന്റെ കേസിലാണ് ഇങ്ങനെ സ്പേസിൽ ആരെ അറേഞ്ച് ചെയ്യുന്ന പറഞ്ഞത്? ആറ്റംസിനെ അല്ലെങ്കിൽ ആരെ അറേഞ്ച് ചെയ്യുക? മോളിക്യൂൾസിനെ. അത് ക്രിസ്റ്റലിനനുസരിച്ച് മാറില്ല. ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ആയിരിക്കും നമ്മൾ ഇതുപോലെ വെക്കുന്നുണ്ടാവുക. അവിടെ ഈ സ്ട്രക്ചറൽ യൂണിറ്റ് ഇല്ലേ, നമ്മൾ ഈ സ്പേസിൽ ഈ പോയിന്റിന്റെ മേലെ കൊണ്ടുവയ്ക്കാൻ പോണ ഈ സ്ട്രക്ചറൽ യൂണിറ്റ്, നമ്മൾ ക്രിസ്റ്റലിന്റെ കേസിൽ ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ എന്ന് വിളിച്ചു. അതിനെ ജനറൽ ആയിട്ട് വിളിക്കുക ബേസിസ് അതല്ലെങ്കിൽ മോട്ടീഫ്. ഓക്കെ, അപ്പൊ എന്താണ് ബേസിസ് അല്ലെങ്കിൽ മോട്ടീഫ് എന്ന് പറയുന്നത്? നമ്മൾ സ്പേസിൽ കൺസിഡർ ചെയ്തിട്ടുള്ള ഈ പോയിന്റുകളില്ലേ, അതായത് ഈ അറേഞ്ച് ചെയ്യാനുള്ള സ്ട്രക്ചറൽ ബേസിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് കൊണ്ടുവയ്ക്കാനുള്ള ആള്, അതായത് സ്ട്രക്ചറൽ യൂണിറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബേസിസ് അല്ലെങ്കിൽ മോട്ടീഫ്. അപ്പൊ അത് ക്രിസ്റ്റലിന്റെ കേസിലാണെങ്കിൽ മോട്ടീഫ് എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ആണ്. ഇങ്ങനെ നമ്മൾ സ്പേസിൽ നമ്മൾ കൺസിഡർ ചെയ്യണ ഈ ഇമാജിനറി പോയിന്റുകളില്ലേ, നമ്മൾ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾ കൊണ്ടുവയ്ക്കാൻ പോണ പോയിന്റ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്റിസ് പോയിന്റ്. എന്ത് പോയിന്റ് ആണ്? ലാറ്റിസ് പോയിന്റ്. മറക്കരുത് കേട്ടോ. അപ്പൊ ഈ ഒരു അറേഞ്ച്മെന്റ് ഇല്ലേ, ലാറ്റിസ് പോയിന്റിന്റെ അറേഞ്ച്മെന്റ് സ്പേസിലുള്ള, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പേസ് ലാറ്റിസ്. എന്താ വിളിക്കുക? സ്പേസ് ലാറ്റിസ്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു പേര് വിളിക്കുക ക്രിസ്റ്റൽ ലാറ്റിസ്. കാരണം ക്രിസ്റ്റലിന്റെ സ്ട്രക്ചർ ഇതല്ലേ ഈ കാണുന്നത് തന്നെയല്ലേ ക്രിസ്റ്റലിന്റെ സ്ട്രക്ചർ ആയിട്ട് വരാൻ പോണത്. സോ 2 പേരുകളാണ് ഈ ലാറ്റിസ് പോയിന്റിന്റെ അറേഞ്ച്മെന്റ്, സ്പേസിലുള്ള അറേഞ്ച്മെന്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒന്നെങ്കിൽ അതിനെ സ്പേസ് ലാറ്റിസ് എന്ന് വിളിക്കുക, അതല്ലെങ്കിൽ അതിനെ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇറ്റ് ഈസ് ആക്ച്വലി ദ പാറ്റേൺ ഓഫ് പോയിന്റ്സ് റെപ്രസെന്റിംഗ് ദ ലൊക്കേഷൻ ഓഫ് ദീസ് മോട്ടീവ്സ്. ഇങ്ങനെയുള്ള ഈ ആറ്റങ്ങളും മോളിക്യൂളിനൊക്കെ കൊണ്ടുവയ്ക്കാനുള്ള ആ ലൊക്കേഷന്റെ അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്പേസ് ലാറ്റിസ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ലാറ്റിസ്. In other words, space lattice is an abstract scaffolding for crystal structure.
ക്രിസ്റ്റൽ സ്ട്രക്ചറിന്റെ കേസിൽ ഇത് വളരെ കൃത്യമായിരിക്കില്ല, ഷാർപ്പ് ആയിരിക്കും. നമ്മുടെ വീട്ടിലെ ടൈൽസ് ചിലപ്പോൾ ഒന്ന് അങ്ങോട്ട് അങ്ങോട്ടൊക്കെ നീങ്ങിയിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ എന്തായാലും ക്രിസ്റ്റലിന്റെ കേസിൽ അങ്ങനെ ഒരു വ്യത്യാസമൊന്നും തീരെ ഉണ്ടാവില്ല. വെൻ യു പ്ലേസ് മോട്ടീവ്സ് ഇൻ ആൻ ഐഡന്റിക്കൽ മാനർ ഓൺ പോയിന്റ്സ് ഓഫ് സ്പേസ് ലാറ്റിസ്. അപ്പൊ നമ്മൾ ഇതിപ്പോ സ്പേസ് ലാറ്റിസ് പറഞ്ഞു, ലാറ്റിസ് പോയിന്റ് അറേഞ്ച്മെന്റ് നമ്മൾ എന്ത് വിളിച്ചു, സ്പേസ് ലാറ്റിസ് എന്ന് വിളിച്ചു. അവിടെ നമ്മൾ ഈ മോട്ടീവ്, അതായത് ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ, അതിനെ കൊണ്ടുപോയിട്ട് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്താ നെക്സ്റ്റ് പേജ് എടുത്ത് നോക്ക്, വി ഗെറ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചർ. അപ്പൊ നമുക്ക് കറക്റ്റ് ക്രിസ്റ്റലിന്റെ സ്ട്രക്ചർ മനസ്സിലാവും. അതായത് ഈ ലാറ്റിസ് പോയിന്റിൽ നമ്മൾ ആറ്റത്തിനെയോ അല്ലെങ്കിൽ മോളിക്യൂളിനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്റ്റലില് ശരിക്കും ആറ്റം മോളിക്യൂൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്ന പറയുന്നത്. അപ്പൊ ഫിഗർ 1.5 നിങ്ങളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ മുമ്പ് നോക്കിയ പേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മോട്ടീവ് കൊടുത്തിട്ട്, അതായത് ഇതാണ് നമുക്ക് അറേഞ്ച് ചെയ്യാനുള്ള ആള്, ഒരു മോളിക്യൂൾ ആകാം. ഓക്കെ, സെക്കൻഡ് നോക്കുക, ഇവിടെ കൊടുത്തുള്ളത് ലാറ്റിസ് പോയിന്റുകളാണ്. അതായത് അതിൽ ഒരാളാണ് ലാറ്റിസ് പോയിന്റ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ടോട്ടൽ അറേഞ്ച്മെന്റിനെ നമ്മൾ എന്താ വിളിച്ചത്, സ്പേസ് ലാറ്റിസ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ലാറ്റിസ്. ഇവിടെ ഇതൊരു പ്ലെയിൻ ആയതുകൊണ്ട് ഇതൊരു 2 ഡയമെൻഷൻ ആണ്. യഥാർത്ഥത്തിൽ നമുക്കറിയാം 2 ഡയമെൻഷൻ അല്ല 3 ഡയമെൻഷൻ ആണ് വരില്ല സാധാരണ കേസിലൊക്കെ. ഇവിടെ ഏതാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്, ഒരു 2 ഡയമെൻഷണൽ ഒരു പ്ലെയിൻ ആണ്. ഇനി തേർഡ് നോക്കുക, എന്താ ചെയ്ത് ഈ മോട്ടീഫിനെ കൊണ്ടുപോയിട്ട് ഇങ്ങനത്തെ ഒരാളായിട്ട് ഉണ്ടാവും, അങ്ങനത്തെ ഒരുപാട് എണ്ണം ഉണ്ടാവും. അത് ഓരോന്നിനും നമ്മൾ ഓരോ ലാറ്റിസ് പോയിന്റ് കൊണ്ടുവയ്ക്കും. അപ്പൊ നമുക്ക് അതിന്റെ 2 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് കിട്ടും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് വിളിക്കുക. അതാണ് നെക്സ്റ്റ് പേജിൽ പറഞ്ഞത്. മോട്ടീഫിനെ നമ്മൾ ഈ ക്രിസ്റ്റൽ എന്താ പറയാ ലാറ്റിസിൽ അല്ലെങ്കിൽ നമ്മൾ സ്പേസ് ലാറ്റിസിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ക്രിസ്റ്റലിന്റെ സ്ട്രക്ചർ കിട്ടും. അപ്പൊ ഇവിടെ നോക്കൂടെ 2 തരം ലാറ്റിസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലാറ്റിസ് എ ആൻഡ് ലാറ്റിസ് ബി. രണ്ടും ഒരുപോലെയാണുള്ളത്? അല്ല. എന്താ വ്യത്യാസം? എന്താണ് വ്യത്യാസം? അതിന്റെ അറേഞ്ച്മെന്റിൽ തന്നെയാണ് അല്ലെ. ഫസ്റ്റ് കേസിൽ നമ്മൾ വരച്ച പോലെയല്ല രണ്ടാമത്തെ കേസിലുള്ളത്. ഇവിടെ പാർട്ടിക്കിൾസ് എല്ലാതും ഒരു കോർണറിലുള്ള പോലെ ഒന്നല്ല നിൽക്കുന്നത്, ചിലതൊരു സെന്റർ ആയിട്ടൊക്കെ വരുന്നുണ്ട്. അതെന്താ നമുക്ക് കാണാം. അപ്പൊ 2 തരം ലാറ്റിസുകളാണ് ഈ കാണുന്നത്. ബാക്കി നോക്കാം. In the case of crystalline solids, space lattice is a 3-dimensional array of points. നമ്മൾ മെൻഷൻ ചെയ്തു, റിയാലിറ്റിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ 2-dimensional പ്ലെയിൻ ആയിട്ടല്ല ഉണ്ടാവുക, 3-dimensional ആയിട്ടാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഒക്കെ ഉണ്ടാവുക. The crystal structure is obtained by associating structural motifs with lattice point. നമ്മൾ മെൻഷൻ ചെയ്തു, അതായത് ഈ മോട്ടീഫിനെ കൊണ്ടുപോയിട്ട് ആ ലാറ്റിസിൽ പോയിന്റിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്റ്റൽ സ്ട്രക്ചർ കിട്ടും. ഈച്ച് റിപ്പീറ്റഡ് ബേസിസ് ഓർ മോട്ടീവ് ഹാസ് സെയിം സ്ട്രക്ചർ ആൻഡ് സെയിം സ്പേഷ്യൽ ഓറിയന്റേഷൻ ആസ് ദ അതർ വൺ ഇൻ എ ക്രിസ്റ്റൽ. അപ്പോ എല്ലാവരുടെയും അറേഞ്ച്മെന്റ് സെയിം ആയിരിക്കുന്നു. ക്രിസ്റ്റൽ അല്ലേ, എല്ലാവരുടെ സറൗണ്ടിങ്സിന്റെ കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. ദ എൻവയോൺമെന്റ് ഓഫ് ഈച്ച് മോട്ടീവ് ഈസ് സെയിം ത്രൂ ഔട്ട് ദ ക്രിസ്റ്റൽ എക്സെപ്റ്റ് ഫോർ ഓൺ സർഫേസ്. ആ പറഞ്ഞത് ഞാനൊന്ന് എടുത്ത് പറയാം, കാരണം അത് നിങ്ങൾക്ക് ഇനി സംശയം വരേണ്ട ചില ഭാഗങ്ങളുണ്ട്, അവിടെ നിങ്ങൾ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. അതായത് സേ ഫോർ എക്സാമ്പിൾ ഈ ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ ഇപ്പോൾ ഞാൻ പറയുകയാണ് എ ബി എന്നുള്ള 2 ആറ്റങ്ങളാണുള്ളത്. അപ്പോൾ ഒരു കേസിൽ എന്റെ 4 സൈഡിലും ബി വരുന്നുണ്ട്, എന്റെ 4 സൈഡിലും എന്ത് വരുന്നുണ്ട്, ബി വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറയണത് ഇതാണ് ഇതിന്റെ ബേസിക് സ്ട്രക്ചർ, ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ക്രിസ്റ്റൽ കിട്ടുക. അപ്പോൾ നല്ലോണം ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചിലപ്പോൾ പൊട്ടത്തരാണെന്നൊക്കെ തോന്നും, പക്ഷെ നല്ലോണം ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവസാനം ആലോചിക്കുക, ഒരു ക്രിസ്റ്റൽ ആണെങ്കിൽ അതിന്റെ അറ്റം ഉണ്ടാവില്ലേ, അതിന്റെ എഡ്ജ് ഉണ്ടാവില്ലേ. ഒരു നിങ്ങളിങ്ങനെ ആലോചിച്ചോ, ഒരു ക്രിസ്റ്റൽ ഓഫ് ഷുഗർ, പഞ്ചസാരന്റെ ചെറിയ ക്രിസ്റ്റലില്ലേ, അതിൽ നമ്മൾ എൻഡിൽ പോയി കഴിഞ്ഞാൽ ഈ അറ്റം ആലോചിച്ച് നോക്ക്. അപ്പൊ ഒരു കുട്ടി പറയുന്നത്, സാർ അറ്റത്ത് ചിലപ്പോ എ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ബി മാത്രമേ ഉണ്ടാവുള്ളൂ. അത് സാധ്യത ഉണ്ട്. കാരണം എന്താണ്, അവിടെ നിന്ന് അങ്ങോട്ട് ബോണ്ട് ഇല്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ അതിന് സർഫേസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ സർഫേസിൽ ഈ പറഞ്ഞ കാര്യം എന്തല്ല, അപ്ലിക്കബിൾ അല്ല. അതാണ് അവിടെ എക്സെപ്റ്റ് ഫോർ ദ സർഫേസ് എന്ന് പറയുന്നത്. ഇനി ക്രിസ്റ്റൽ ലാറ്റിസിന്റെ പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ ടെക്സ്റ്റ് ബുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ്, ഈച്ച് പോയിന്റിന് ലാറ്റിസ് ഈസ് കാൾഡ് ലാറ്റിസ് പോയിന്റ് ഓർ ലാറ്റിസ് സൈറ്റ്. ഈ ഓരോ പോയിന്റുകൾ നമ്മൾ പറഞ്ഞില്ലേ, അതിന്റെ മേലെ ആറ്റം മോളിക്യൂൾ കൊണ്ടുവയ്ക്കുന്നു പറഞ്ഞില്ലേ, അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞത് ലാറ്റിസ് പോയിന്റ് ആണ്. അപ്പൊ അതിനെ ലാറ്റിസ് പോയിന്റ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ലാറ്റിസ് സൈറ്റ് എന്ന് വിളിക്കാൻ പറ്റും. ബി പോയിന്റ് നോക്കുക, ഈച്ച് പോയിന്റ് ഇൻ എ ക്രിസ്റ്റൽ ലാറ്റിസ് represent one constituent particle which may be an atom, a molecule or an ion. അതിപ്പോ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയാണ്. അതായത് ഈ ലാറ്റിസ് പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു അല്ലെ, ആ ലാറ്റിസ് പോയിന്റ് മേലെ ആരാണ് വരാനുള്ളത്, ഒന്നെങ്കിൽ ആറ്റാവാ, അല്ലെങ്കിൽ മോളിക്യൂൾ ആവാ, അല്ലെങ്കിൽ അയോൺ ആവാം. സി പോയിന്റ്, ലാറ്റിസ് പോയിന്റ്സ് ആർ ജോയിൻഡ് ബൈ സ്ട്രെയിറ്റ് ലൈൻസ് ടു ബ്രിങ് ഔട്ട് ദ ജോമെട്രി ഓഫ് ലാറ്റിസ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യുന്ന അറിയോ, ഈ ലാറ്റിസ് പോയിന്റിൽ കണക്ട് ചെയ്ത് വരയ്ക്കും. അപ്പൊ നമുക്ക് അതിന്റെ സ്ട്രക്ചർ കൃത്യമായിട്ട് കിട്ടും. അതാണ് കൂട്ടി വരയ്ക്കുന്ന സമയത്ത് ജോമെട്രി കിട്ടുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. We need only a small part of space lattice of a crystal to specify crystal completely. അല്ലെ,
സ്പെസിഫൈ അല്ല സ്പെസിഫൈ എന്നാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത്രേ ഉള്ളൂ. ക്രിസ്റ്റലിന്റെ കേസിൽ ഒരു ബേസിക് സ്ട്രക്ചറിൽ റിപ്പീറ്റ് ചെയ്ത് പോണത്. അപ്പൊ നമുക്ക് ആ ഏറ്റവും ചെറിയ റിപ്പീറ്റഡ് ആവണ പാറ്റേൺ മാത്രം കിട്ടിയാൽ പോരെ. ഏറ്റവും ചെറിയ റിപ്പീറ്റഡ് ആവണ പാറ്റേൺ, ബേസിക് റിപ്പീറ്റിംഗ് ആവാനുള്ള പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എവിടെ നോക്കിയാലും അതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവുക. അങ്ങനെ ഒരു ക്രിസ്റ്റലിന്റെ കേസിൽ ആ ബേസിക് ആയിട്ട് വരുന്ന ആ റിപ്പീറ്റിംഗ് പാറ്റേണിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് സെൽ. ഒരു ക്രിസ്റ്റലിന്റെ കേസിൽ ആ ബേസിക് ആയിട്ടുള്ള റിപ്പീറ്റിംഗ് പാറ്റേണിന്റെ പേരാണെന്ത്? യൂണിറ്റ് സെൽ. ഓക്കെ ആണല്ലോ പറഞ്ഞത്. അപ്പൊ യൂണിറ്റ് സെല്ല് സ്പേസിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് എൻറ്റയർ ക്രിസ്റ്റൽ കിട്ടുക. ഒരു യൂണിറ്റ് സെല്ല് സ്പേസിൽ റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് എൻറ്റയർ ക്രിസ്റ്റലിന്റെ സ്ട്രക്ചർ കിട്ടുക. ഇപ്പൊ 2 ഡയമെൻഷനിൽ നമുക്ക് ഇത് എങ്ങനെ വരയ്ക്കാന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്താണെങ്കിലും 2 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഒരു ലെങ്ത് ഒരു ബ്രെഡ്ത്തും ഉണ്ടാവും, അതല്ലെങ്കിൽ 2 സൈഡ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, ബേസിക് ഡയമെൻഷൻ പറയുമ്പോൾ 2 സൈഡ് പറയണം. അപ്പൊ എയും ബിയും, അപ്പൊ ആ എയും ബിയും 2-3 രീതിയിൽ വരാം. ഒന്നെങ്കിൽ എ ഈക്വൽ ടു ബി ആവാം, അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് സ്ക്വയർ ആവും അല്ലെ. അതുപോലെ എ ഗ്രേറ്റർ ദാൻ ബി അല്ലെങ്കിൽ ബി ഗ്രേറ്റർ ദാൻ എ ആവും. അപ്പൊ എന്താ, അത് റെക്ടാംഗിൾ ഷേപ്പിലേക്കൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മളിവിടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്ട്രക്ചറുകളെ, 2 ഡയമെൻഷണൽ സ്ട്രക്ചറുകളെ പറ്റിയാണ് ആദ്യം ഒന്ന് കാണാൻ പോണത്. അപ്പൊ അതിന്റെ പോസിബിൾ യൂണിറ്റ് സെൽസ് ഇൻ 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് പേജിൽ നമുക്ക് ചിത്രങ്ങൾ കാണാം. പിന്നെ അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ യൂണിറ്റ് സെല്ലുകളെ പറ്റി പറയുമ്പോൾ സൈഡിന്റെ ലെങ്ത് മാത്രം പറഞ്ഞാൽ പോരാ, ആംഗിൾ കൂടി മെൻഷൻ ചെയ്യണം. ഇവിടെ ഈ 2 ഡയമെൻഷനിലുള്ള സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് 3 ഡയമെൻഷനിൽ എല്ലാ ചിത്രവും വരയ്ക്കാനുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ പോസിബിൾ യൂണിറ്റ് സെൽസ് ഇൻ 2 ഡയമെൻഷൻ ഏതാ? 2 സൈഡ് ഈക്വൽ ആയിട്ട് വരുന്ന കേസ് ആംഗിൾ 60 ഡിഗ്രി. അതുപോലെ എയും ബിയും, അപ്പൊ 2 സൈഡ് ഈക്വൽ അല്ല നിങ്ങൾ മനസ്സിലാക്കുക, ചിത്രം കണ്ടിട്ട് നിങ്ങൾ ഉറപ്പിക്കേണ്ട. എയും ബിയും 2 ഡയമെൻഷൻ ആവാം. അതുപോലെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി വന്നു. അപ്പൊ അനദർ പിക്ചർ, അതിൽ വ്യത്യാസം ഉണ്ട് അല്ലേ. 2 സൈഡ് ഈക്വൽ ആണ്, എ ഈക്വൽ ടു ബി എന്നുള്ള പോലെ. അത് 2 എ കൊടുത്തിട്ടുണ്ട്, സൈഡ്സ് ആർ ഈക്വൽ, അതൊരു സ്ക്വയർ ആണ്, ആംഗിൾ 90 ഡിഗ്രി ആണ്. നെക്സ്റ്റ് ഒരു റോംബസ് ആണ്. എയും ബിയും നിങ്ങൾ നോക്കി നോക്കുക. അപ്പോ റോംബസ് എന്ന് പറയേണ്ട ഒരു പാരലോഗ്രാം ആണ്. അപ്പൊ അവിടെ നോക്കുക, എയും ബിയും എന്നുള്ള പോലെ 2ഉം എ ആയിട്ട് തന്നെയാണ് വന്നുള്ളത്. നെക്സ്റ്റ് ഡയഗ്രം നോക്കുക, ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ ആംഗിൾ ഗാമ എന്നിട്ടുള്ളത് അത്രയും പറഞ്ഞിട്ടില്ല. അപ്പൊ ഗാമ എന്നിട്ട് കഴിഞ്ഞാൽ അർത്ഥങ്ങൾ മനസ്സിലാക്കേണ്ടത് 90 ഡിഗ്രി അല്ല, 60 ഡിഗ്രി അല്ല, വേറെ ഏതൊരു ആംഗിൾ. അതുപോലെ ഇവിടെ എ ബി എന്നുള്ള സൈഡുകളിൽ വ്യത്യാസമുണ്ട്. ഇത് 2 ഡയമെൻഷന്റെ കേസിലുള്ളതാണ്, ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും നോക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് കാര്യപ്പെട്ട ടോപ്പിക്കിലേക്ക് പോവാം. എ പോർഷൻ ഓഫ് 3 ഡയമെൻഷൻ ക്രിസ്റ്റൽ ലാറ്റിസ് ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് സെൽ ഈസ് ഷോൺ ഹിയർ. ഇനി ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 2 ഡയമെൻഷൻ ശ്രദ്ധിക്കേണ്ട എന്നല്ല, ഇതിലേറെ ഇമ്പോർട്ടന്റ് ആണ് ഈ കാണാൻ പോകുന്നത്. അപ്പൊ തൊട്ട് മുമ്പ് നമുക്ക് ഈ ചിത്രം ഒന്ന് പറയാം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ബേസിക് യൂണിറ്റ് സെല്ല് അത് റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് എന്റെ ക്രിസ്റ്റൽ കിട്ടുക. നമുക്ക് ഈ ചിത്രത്തിൽ എല്ലാതും ഒന്ന് പറയാം. ഇതിൽ കാണുന്ന ഈ ഓരോ പോയിന്റാണ് ലാറ്റിസ് പോയിന്റ്. ആ ലാറ്റിസ് പോയിന്റിൽ നമ്മൾ ആരെ കൊണ്ടുവയ്ക്കുക? ആറ്റം അല്ലെങ്കിൽ മോളിക്യൂളിനെ കൊണ്ടുവയ്ക്കുക. അപ്പോഴാണ് നമുക്ക് ആ റിപ്പീറ്റഡ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് കിട്ടുക അല്ലെ. ഇപ്പൊ നമുക്ക് ഒരു റിപ്പീറ്റഡ് അറേഞ്ച്മെന്റ് ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ഏറ്റവും ബേസിക് അറേഞ്ച്മെന്റ് ആണ് ഇവിടെ ഈ ഒരു കളറിൽ. ഇതൊക്കെ ഗ്രീൻ ആണ്, ഇവിടെ വേറെ കളറിലൂടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, ഒരു റെഡിഷ് അല്ലെങ്കിൽ ഓറഞ്ചിഷ് കളറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ കളറിൽ കൊടുത്തിട്ടുള്ളതാണ് ഇതിന്റെ ബേസിക് സ്ട്രക്ചർ. ഇത് റിപ്പീറ്റ് ചെയ്തിട്ടല്ല എന്റെ ക്രിസ്റ്റൽ ഉണ്ടായത്. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? യൂണിറ്റ് സെൽ. ഇനി 3 ഡയമെൻഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ട് പറയട്ടെ. നമ്മൾ പറഞ്ഞു 2 ഡയമെൻഷൻ ആകുമ്പോൾ 2 സൈഡിനെ പറ്റി പറഞ്ഞാൽ മതി. അപ്പൊ 3 ഡയമെൻഷൻ ആകുമ്പോൾ എത്ര സൈഡിനെ പറ്റി പറയേണ്ടി വരും? 3 എണ്ണം. ഏതൊക്കെയാണ് 3 സൈഡുകൾ? എ ബി സി. നിങ്ങൾ ഏതിൽ എട്ടോ ചിഹ്നോട്ട് നമുക്ക് ടെക്സ്റ്റിന്റെ ഒരു കൺവെൻഷൻ ഫോളോ അപ്പ് ചെയ്താൽ നമുക്ക് എളുപ്പമാണ് ഈ ഒരു കേസിൽ. എ ബി സി നിർത്താനായിട്ടില്ല, ആംഗിൾ കൂടി പറയണല്ലേ. നേരത്തെ നമുക്ക് ഒരു ആംഗിൾ പറഞ്ഞാൽ മതിയിരുന്നു. 2 ഡയമെൻഷൻ ആയപ്പോഴേ ഒരൊറ്റ ആംഗിൾ പറഞ്ഞാൽ മതിയായിരുന്നു, എന്റെ ബിന്റെ ഇടയിലുള്ള ആംഗിൾ മാത്രം. നമ്മൾ അതിനെന്ത് വിളിച്ചു? നമ്മൾ 6 വിളിച്ചിട്ട് പറഞ്ഞത്. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് അങ്ങനെയല്ല, 3 ആംഗിളുകൾ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു ആംഗിൾ മാറാൻ പറ്റി ആലോചിച്ചാൽ മതി. ഇവിടെ 3 ആംഗിൾ ഉണ്ട്. അപ്പൊ അത് സെയിം ആവോ? 3 60 ഡിഗ്രി ആവോ? 3 90 ഡിഗ്രി ആവോ? അങ്ങനെ കുറെ കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. അപ്പോ ഇത് നിങ്ങൾ മാറ്റാൻ പാടില്ല കൺവെൻഷൻ. കാരണം നമുക്ക് ഇനി ലോ ഓഫ് കൊസൈൻസ് ഒക്കെ പഠിക്കുന്ന സമയത്തൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഭാഗമാണിത്. ഇവിടെ നോക്കുക, ഇവിടെ ബിന്റെ സീനിയറിലാണ് ആൽഫ ഉണ്ട് നിങ്ങൾ. ഓക്കെ, ആൽഫ ബീറ്റ ആൻഡ് ഗാമ. ഇത് 3 ആംഗിളുകളാണ് ഇവിടെ പറയുന്നത്, ആൽഫ ബീറ്റ ആൻഡ് ഗാമ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുക, എ ബി സി എന്നാണ് നമ്മളെ ഓർഡർ. പക്ഷെ ആംഗിൾ പറഞ്ഞു തുടങ്ങുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണം? ബി സി എന്ന് തുടങ്ങുന്നത്. അപ്പൊ ആൽഫ ബീറ്റ ആൻഡ് ഗാമ. വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഓർത്ത് വെക്കുക. എന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എനെ പോലത്തെ സിമ്പിൾ, ബിന്റെ ഓപ്പോസിറ്റ് ബീറ്റ, സിന്റെ ഓപ്പോസിറ്റ് ഗാമ. അതങ്ങനെ ആലോചിച്ച് വെച്ചുകൊണ്ട് ഓർഡർ തെറ്റിക്കേണ്ട. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അതിലുള്ള ഫസ്റ്റ് പോയിന്റ് ഒന്ന് വായിക്കാം. Its dimensions along the 3 edges A, B and C. These edges may or may not be mutually perpendicular. അതായത് അവർ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആവണം നിർബന്ധമില്ല. May or may not be
പെർപെൻഡിക്കുലർ. സെക്കൻഡ് പോയിന്റ് ആംഗിൾസ് ബിറ്റ്വീൻ ദ എഡ്ജസ് ആൽഫ. കൃത്യമായ ടെക്സ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് ബിറ്റ്വീൻ ബി ആൻഡ് സി. ഇതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ ടെക്സ്റ്റ് ഫോളോ ചെയ്യാൻ പോണത് അതാണ്. അപ്പൊ നിങ്ങൾ ആൽഫനെ വേറെ എവിടെയും കൊണ്ടെടുത്തിട്ട് എന്റെ സീനിയറിലെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ തെറ്റാവും. Thus a unit cell is characterized by 6 parameters. അപ്പോൾ ഒരു 3 dimensional യൂണിറ്റ് സെല്ലിന് 6 പാരാമീറ്ററാണുള്ളത്. ഏതൊക്കെയാണ്? എ, ബി, സി, ആൽഫ, ബീറ്റ, ഗാമ. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞ കാര്യം. 2 പോയിന്റ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ബേസിക് ആണ്, നമ്മൾ കണ്ടാണ് വരേണ്ടത്. These parameters of a typical unit cells are shown in figure 1.1. So നമ്മൾ കണ്ട പിക്ചർ. Now primitive and centered unit cell. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത യൂണിറ്റ് സെല്ല് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാം. നമ്മളിപ്പോൾ വരച്ച യൂണിറ്റ് സെല്ല് നമ്മൾ പറഞ്ഞത്, മുമ്പ് നമ്മളിപ്പോൾ ചിത്രം വരച്ചപ്പോഴൊക്കെ പറഞ്ഞത് അതിന്റെ എഡ്ജുകളിലാണ് നമ്മൾ ആരെ കൊണ്ടുവച്ചുള്ളത്? ആറ്റത്തിന് കൊണ്ടുവച്ചുള്ളത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു അങ്ങനെ യാതൊരു നിർബന്ധവും ഇല്ല, എവിടെ വേണമെങ്കിലും വെക്കാം. അപ്പൊ അതിനൊരു കുറച്ച് അറേഞ്ച്മെന്റുകൾ ഉണ്ട്. എവിടെ വെക്കുക പറഞ്ഞാല് ഇതേപോലെ ഇതിന്റെ അടുത്ത് വേറെ ആറ്റം ഉണ്ടാക്കി അങ്ങനെയല്ല, അതിന് ചില പെർട്ടിക്കുലർ അറേഞ്ച്മെന്റുകൾ ഉണ്ട്. ആ അറേഞ്ച്മെന്റ് ആണ് നമ്മൾ ഇനി പറയാൻ പോണത്. സോ അതിൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ, ഇത് തന്നെയാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. അതായത് എ യൂണിറ്റ് സെൽ ഇൻ വിച്ച് പാർട്ടിക്കിൾസ് ആർ ഓൺലി പ്രസന്റ് ഓൺ ദ കോർണേഴ്സ്. അതിന്റെ കോർണറുകൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ? പാർട്ടിക്കിൾസ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്കിതൊരു ഓർഡറിൽ ഇങ്ങനെ വരച്ചു പോവാം. അപ്പോ പാർട്ടിക്കിൾസ് കോർണറിൽ മാത്രമാണെങ്കിൽ അത് ഏതാണ്? പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ കേട്ടോ. കോർണറിൽ മാത്രം പാർട്ടിക്കിൾസ്. എന്താ അതിന്റെ പേര്? പ്രിമിറ്റീവ്. ഈ പാർട്ടിക്കിൾ തന്നെ അവിടെയാണ് ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തത് ഒരു ക്ലാസിഫിക്കേഷനുള്ള ടോപ്പിക്കാണ് സെന്റേർഡ് യൂണിറ്റ് സെൽ. എന്താണ് നമുക്ക് നോക്കാം. When a unit cell contains one or more constant particles present at positions other than corners in addition to those at corners, it is called a centered unit cell. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ, ഇതുപോലത്തെ കോർണറുകളിൽ മാത്രമല്ലാതെ വേറെ ചില പാർട്ടിക്കിൾസ് കൂടി ഉണ്ടായിരിക്കും. അത് കോർണറിലുള്ള പാർട്ടിക്കിളിന്റെ പുറമെ വേറെ ടൈപ്പ് പാർട്ടിക്കിൾസ് കൂടി ഉണ്ടാവും. അത് വേറെ ചില പൊസിഷൻസ് എടുക്കും. വേറെ ചില പൊസിഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കിവിടെ സബ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് നോക്കാം. ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഒരു തരം പാർട്ടിക്കിൾസ് ആയിക്കൊള്ളാൻ നിർബന്ധമില്ല. ഒന്നിലധികം ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാകാം. അതായത് ഒരു തരം ആറ്റം മാത്രം, ഒരു തരം മോളിക്യൂൾ മാത്രം ഒന്നല്ല ഇതിലുണ്ടാവുക, സെന്റേർഡ് യൂണിറ്റ് സെൽ ഉണ്ടാവുക. ആൻഡ് അവര് ഈ കോർണറിൽ മാത്രമല്ല ഉണ്ടാവുക, വേറെ ഏതൊക്കെ ലൊക്കേഷൻ ഉണ്ടാവും. ആ വേറെ ഏതൊക്കെ ലൊക്കേഷൻ ഏതൊക്കെയാന്നുള്ളതും കൂടി പറഞ്ഞാലേ നമ്മളെ ഈ എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. സോ അതിൽ ഫസ്റ്റ് വൺ ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ. പേരിൽ തന്നെ ഉണ്ട് ബോഡി സെന്റേർഡ്. അപ്പൊ ഇത് ശരിക്കും ഞാൻ വരച്ചത് 2 ഡയമെൻഷൻ ആയിട്ടാണ്. നമുക്ക് പറയുമ്പോൾ 3D ആണ് മെൻഷൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പൊ ഇനി ഈ ബോഡി സെന്റേർഡ് ഒക്കെ പറയണമെങ്കിൽ നമുക്കത് 3D ആയിട്ട് തന്നെ വരയ്ക്കാൻ ട്രൈ ചെയ്യാം. 3D ആവുമെന്ന് അറിയില്ല, നമുക്ക് 3D ആണ് പോലെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു യൂണിറ്റ് സെല്ല് 3 ഡയമെൻഷൻ യൂണിറ്റ് സെല്ല് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ എല്ലാ കോർണറിലും ഓൾറെഡി പാർട്ടിക്കിൾസ് ഉണ്ട്. എല്ലാ കോർണറിലും പാർട്ടിക്കിൾസ് ഉണ്ട്, യാതൊരു ഡൗട്ടും വേണ്ട. ഇൻ അഡീഷൻ ടു ദാറ്റ്, അതിന്റെ പുറമെ ഈ ബോക്സിന്റെ നടുവിലായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 3 ഡയമെൻഷനിലാണ്. അപ്പൊ ഒരു ബോക്സ് ആണെങ്കിൽ, ഇപ്പൊ ഇതാണെങ്കിൽ ഇവിടെ ഒന്നല്ല കേട്ടോ, അതിന്റെ നടുവിൽ, ഇതിന്റെ ഉള്ളിൽ നടുവിലായിട്ട് എന്തുണ്ട്? ഒരു പാർട്ടിക്കിൾ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബോഡി സെന്റേർഡ്. ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ. ബോഡിയുടെ നടുവിൽ എന്തുണ്ട്? ഒരു പാർട്ടിക്കിൾ കൂടി ഉണ്ട്. നെക്സ്റ്റ് ഇതുപോലെ സെന്റേർഡ് യൂണിറ്റ് സെല്ലിന്റെ സെക്കൻഡ് എക്സാമ്പിൾ നോക്കുക, ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ. അത് നിങ്ങൾ ഇപ്പോഴേ ഉറപ്പിക്കുക, എല്ലാ ഫേസും, ഇതിപ്പോ ഒരു ക്യൂബ് അല്ലേ, എത്ര ഫേസ് ഉണ്ട്? അപ്പോ 1 2 3 4 5 6. ഇപ്പൊ ഞാൻ ഈ ഡോട്ട് ഇട്ട പോലെ തന്നെ എല്ലാ ഫേസിന്റെയും നടുവിൽ, നമുക്ക് ചിത്രത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നും, എല്ലാ ഫേസിന്റെയും സെന്ററിൽ എന്തുണ്ട്? ഒരു പാർട്ടിക്കിൾ ഉണ്ട്. അപ്പൊ 6 പാർട്ടിക്കിൾ വേറെയും വരുന്നുണ്ട്. കോർണറിൽ ഉള്ളതിന് പുറമെ നമ്മളെ എല്ലാ ഫേസിന്റെ സെന്ററിലും ഓരോ പാർട്ടിക്കിൾ വരുന്നുണ്ട്. അതാണ് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ. അപ്പൊ ബോഡി സെന്റർ കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ഏതാ മെൻഷൻ ചെയ്ത്? ഫേസ് സെന്റർ പറഞ്ഞു അല്ലെ. ഇനി നെക്സ്റ്റ് ഏതാണ്? എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ. എൻഡ് സെന്റേർഡ് ഫേസ് സെന്റർ ആകെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. എൻഡ് സെന്റേർഡിന്റെ കേസിൽ എല്ലാ ഫേസിന്റെ നടുവിൽ പാർട്ടിക്കിൾ ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു ഒറ്റ സെറ്റ് ഓപ്പോസിറ്റ് സൈഡ്. ഇപ്പൊ ഇതാണെങ്കിൽ ഇപ്പുറത്തത്, ഈ സൈഡ് എടുക്കുകയാണെങ്കിൽ ഇപ്പുറത്തെ സൈഡ്, അങ്ങനെ ഏതെങ്കിലും ഓപ്പോസിറ്റ് സൈഡുകളുടെ ഏതെങ്കിലും ഒറ്റ സെറ്റ് ഓപ്പോസിറ്റിന്റെ സെന്ററിൽ മാത്രം, ഫേസ് സെന്ററുകളിൽ മാത്രം നമുക്ക് എന്ത് കാണാൻ പറ്റും? പാർട്ടിക്കിൾസിനെ കാണാൻ പറ്റും. ഇൻ അഡീഷൻ ടു ദോസ് പ്രസന്റ് അറ്റ് ദ കോർണേഴ്സ്. കോർണേഴ്സിൽ എന്തായാലും ഉണ്ട്, അതിന്മേ തുടക്കണം. അതാണ് നമ്മൾ ഏറ്റവും ബേസിക്. സോ കോർണേഴ്സിൽ ഉണ്ട്. അതിന് പുറമെ ഫേസ് സെന്ററിൽ ഉണ്ടാവുമ്പോൾ, എല്ലാ ഫേസ് സെന്ററിലും ഉണ്ടെങ്കിൽ അതിനെ ഫേസ് സെന്റർ എന്ന് വിളിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്പോസിറ്റ് ഫേസിൽ മാത്രമേ ഉള്ളൂ, അതായത് ഇതാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ്, ഇവിടെയാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ്, അപ്പൊ ഇതിൽ രണ്ടിലും മാത്രം, അല്ലെങ്കിൽ ഇതിലും മാത്രം, അല്ലെങ്കിൽ മേലത്തിലും താഴത്തിലും മാത്രം, അങ്ങനെ വരികയാണെങ്കിൽ അതേതാണ് എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ. ഇനി അത് നമുക്കുള്ളത്
ഇനി ശരിക്കും നമുക്ക് ഒന്നും കൂടി വേണം ഡിസ്കസ് ചെയ്യാം. എഡ്ജ് സെന്റേഡ് കൂടി ഉണ്ട് കേട്ടോ. എഡ്ജ് സെന്റേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ പ്രിമിറ്റീവില് പറഞ്ഞ കോർണറിൽ മാത്രമേ ഉള്ളൂ. അതിന്റെ പുറമെ എല്ലാ എഡ്ജുകളുടെയും സെന്ററിൽ. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. ഇൻസ്പെക്ഷൻ ഓഫ് വൈഡ് വെറൈറ്റി ഓഫ് ക്രിസ്റ്റൽസ്. അപ്പോൾ ഒരുപാട് ക്രിസ്റ്റലുകൾ നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ അവരുടെയൊക്കെ 3 ഡയമെൻഷൻ സ്ട്രക്ചർ നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ആക്ച്വലി വെറും 7 ബേസിക് ക്രിസ്റ്റൽ സിസ്റ്റങ്ങളേ ഉള്ളൂ. ശ്രദ്ധിക്കുക കേട്ടോ, വെറും 7 ബേസിക് ക്രിസ്റ്റൽ സ്ട്രക്ചറുകളേ ഉള്ളൂ. 7 ബേസിക് യൂണിറ്റ് സെല്ലുകളേ ഉള്ളൂ. ഏതൊക്കെയാണത്? ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്, ഹെക്സഗണൽ, റോംബോഹെഡ്രൽ, മോണോക്ലിനിക് ആൻഡ് ട്രൈക്ലിനിക്. ഇത് ഫുൾ അറിയണം. ഇതിന്റെ ആംഗിൾ അറിയണം, സൈഡുകളുടെ ലെങ്ത്തിന്റെ ബന്ധം എന്താ, റിലേഷൻ എന്താണെന്ന് അറിയണം, എക്സാമ്പിൾ അറിയണം. അപ്പൊ ഇതിൽ ഓരോ ക്രിസ്റ്റൽ സിസ്റ്റത്തിനും കുറച്ച് വേരിയേഷനുകൾ ഉണ്ടാവും കേട്ടോ. എന്താ വേരിയേഷൻ? നമ്മൾ പറഞ്ഞു ഒരു ക്രിസ്റ്റൽ സിസ്റ്റത്തിന് പല രീതിയിൽ എക്സിസ്റ്റ് ചെയ്യാം. പ്രിമിറ്റീവ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുക, ബോഡി സെന്റർ ഉണ്ടാവുക, ഫേസ് സെന്റർ ഉണ്ടാവുക. അപ്പൊ ഏറ്റവും ബേസിക് ക്രിസ്റ്റൽ സിസ്റ്റങ്ങൾ എന്താ നമ്മൾ പറഞ്ഞു? ആകെ 7 ഉള്ളൂ. ആകെ 7 ബേസിക് ക്രിസ്റ്റൽ സിസ്റ്റങ്ങളേ ഉള്ളൂ. പക്ഷെ അതിൽ വേരിയേഷനുകൾ ഉണ്ടാവും. അതായത് ഒരു ക്രിസ്റ്റൽ സിസ്റ്റത്തിന് വേണമെങ്കിൽ പ്രിമിറ്റീവ് ആവാൻ പറ്റുണ്ടാവും, അല്ലെങ്കിൽ വേറെ ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ ഇപ്പൊ രണ്ട് തരത്തിൽ നിൽക്കാൻ പറ്റുണ്ടാവും. ഫേസ് സെന്റർ ഉണ്ടാവും, പ്രിമിറ്റീവ് ഉണ്ടാവും. അപ്പൊ അത് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതും കൂട്ടി പറയുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ടോട്ടലി 14 ബ്രാവൈസ് ലാറ്റിസസേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി ആ ട്രിക്ക് എന്താണെന്ന് കാണാം. അപ്പൊ ട്രിക്ക് വലിയ സംഭവനമായ കാര്യമൊന്നുമല്ല, എളുപ്പമുള്ള കാര്യം തന്നെയാണ്. ഒരു ഓർഡർ ഉണ്ടാക്കലാണ് ട്രിക്ക്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെക്സ്റ്റ് തന്നെയാണ് ഫോളോ ചെയ്യണത്. പക്ഷെ നമ്മൾ ഈ എഴുതിയ രീതി ഒന്ന് മാറ്റാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്ക്, 7 ബേസിക് ക്രിസ്റ്റൽ സിസ്റ്റങ്ങൾ പറയണം. അതിന്റെ വേരിയേഷൻ, അതായത് ഇത് നോക്കി, ക്യൂബിക്കിന് 3 എണ്ണം, ടെട്രാഗണലിന് 2 എണ്ണം, ഓർത്തോറോംബിക്കിന് 4 എണ്ണം, ഹെക്സഗണലിനും റോംബോഡലിനൊക്കെ ഓരോന്നിച്ച്, മോണോക്ലിനിക്കിന് 2 എണ്ണം, ട്രൈക്ലിനിക്കിന് 1. അപ്പൊ അത് ക്രിസ്റ്റൽ സിസ്റ്റത്തിലെ വേരിയേഷൻ ആണ്. മുമ്പ് പറഞ്ഞ പോലെ ചില ഫേസ് സെന്റർ ഉണ്ടാവും, ചിലപ്പോൾ 2 ഫേസ് സെന്റർ, ബോഡി സെന്റർ, പ്രിമിറ്റീവ് ഉണ്ടാവും. ആ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇനി പ്രിമിറ്റീവ് എല്ലാവർക്കും ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് അതെല്ലാം കൂടി കൂട്ടി കഴിഞ്ഞാൽ 14 ബ്രാവൈസ് ലാറ്റീസ് ഉണ്ട്. അപ്പൊ ഇത് മുഴുവൻ വരയ്ക്കാനും അറിയണം, ഈ പേജ്, ഈ ഒരു ബോക്സ് ഫുൾ ആയിട്ട് കാണാതെ അറിയണം. അപ്പൊ നമ്മൾ അതിന് ചെയ്യേണ്ട കാര്യം ഇതാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിന്റെ ഓർഡർ ഒന്നും അങ്ങോട്ട് മറന്നിട്ട് നമ്മൾ വേറെ കാര്യം ചെയ്യാൻ പോവാം. അപ്പൊ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞത് ഏതൊക്കെയാണ് സിസ്റ്റങ്ങൾ പറഞ്ഞത്? ക്യൂബിക്, ടെട്രാഗണൽ, എന്റെ കൂടെ വായിക്കിട്ടോ, ഓർത്തോറോംബിക്, ഹെക്സഗണൽ, റോംബോഹെഡ്രൽ, അതിന് മറ്റൊരു പേരിന് ട്രൈഗണൽ, പിന്നെ മോണോക്ലിനിക്, ട്രൈക്ലിനിക്. നമ്മളെ ഷോർട്ട് ഇതാണ്. നമ്മൾ സി ടോം ഹെർ ട്രിക്ക്. സി ടോം, അല്ലെങ്കിൽ വേണ്ട ഞാൻ നേരിട്ട് തന്നെ എഴുതാം. സി ടോം ഹെർ ട്രിക്ക്. ഓക്കെ, സി ടോം ഹെർ ട്രിക്ക്. അതും ഇതും തമ്മിൽ എന്താ ബന്ധം എന്നറിയോ? ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്, മോണോക്ലിനിക്, ഹെക്സഗണൽ, റോംബോഹെഡ്രൽ, ട്രൈക്ലിനിക്. എണ്ണി നോക്ക്, 1 2 3 4 5 6 7. അത് മാത്രമല്ല, ഈ രീതിയിൽ എഴുതുമ്പോൾ നമുക്ക് ബാക്കിയൊക്കെ പഠിക്കാൻ എളുപ്പം. നമുക്ക് എഴുതി വെക്കാം. ഈ താഴത്തേക്ക് ഞാൻ നേരത്തെ എഴുതിയ പോലെ എഴുതട്ടെ. ക്യൂബിക്, ടെട്രാഗണല്, ഓർത്തോറോംബിക്, മോണോക്ലിനിക്, ഹെക്സഗണൽ, റോംബോഹെഡ്രൽ ആൻഡ് ലാസ്റ്റ് വൺ ട്രൈക്ലിനിക്. അപ്പൊ ഞാനത് മേലത്തെ റബ്ബ് ചെയ്യാണ്, ബാക്കി എഴുതാം. മറക്കണ്ട കേട്ടോ, സി ടോം ഹെർ ട്രിക്ക്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ സി എന്താണ്? ക്യൂബിക്. then ടി ടെട്രാഗണൽ, ഓ ഓർത്തോറോംബിക്, then എം മോണോക്ലിനിക്, H is for hexagonal, R is for rhombohedral അല്ലെങ്കിൽ ട്രൈഗണൽ എന്നതിന് പേരുണ്ട് നമുക്ക്. പക്ഷെ റോംബോഹെഡ്രൽ മതി, നമ്മളെ ക്ലൂ ഇല്ലെങ്കിൽ നടക്കൂല, അല്ലെങ്കിൽ ട്രിക്ക് നടക്കൂല. ദെൻ ലാസ്റ്റ് വൺ ട്രൈക്ലിനിക്. ഇനി രണ്ടാമത്തേത് അതിന്റെ വേരിയേഷനാണ്. അത് നമ്മൾ നോക്കി വെക്കുക. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. എല്ലാവർക്കും ഉറപ്പായിട്ട് പ്രിമിറ്റീവ് ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഒന്ന് കിട്ടിയില്ലേ. പിന്നെ ക്യൂബിക്കിന്റെ കേസിലാണെങ്കിൽ 2 സെന്ററുകൾ വരുന്നുണ്ട്, ബോഡി സെന്ററും ഉണ്ട്, ഫേസ് സെന്ററും ഉണ്ട്. ക്യൂബിക്കിന്റെ കേസിൽ 2 സെന്ററുകൾ വരുന്നുണ്ട്, ബോഡി സെന്ററും ഉണ്ട്, ഫേസ് സെന്ററും ഉണ്ട്. നമ്മൾ അത് കഴിഞ്ഞാൽ ടെട്രാഗണലിന്റെ കേസിലേക്ക് വരുമ്പോൾ അവിടെ പ്രിമിറ്റീവ് എന്തായാലും ഉണ്ടല്ലോ, പിന്നെ ബോഡി സെന്റർ മാത്രമേ ഉള്ളൂ. പിന്നെ ആരാണ്? ഓർത്തോറോംബിക്. അതിന്റെ കേസിലാണെങ്കിൽ പ്രിമിറ്റീവ് ഉണ്ട്, ബോഡി സെന്റർ ഉണ്ട്, ഫേസ് സെന്റർ ഉണ്ട്, എൻഡ് സെന്റർ ഉണ്ട്. അപ്പൊ എല്ലാവരും ആയി. അപ്പൊ ആദ്യത്തേന് പ്രിമിറ്റീവ്, ബോഡി, പിന്നെ ഫേസ്. രണ്ടാമത്തേന് പ്രിമിറ്റീവും ബോഡി മാത്രം. മൂന്നാമത്തേന് എല്ലാതും.
പിന്നെ നമ്മൾ ആരെ പറയേണ്ടത്, മോണോക്ലിനിക്കിന്റെ കേസിക്ക് വരികയാണെങ്കിൽ പ്രിമിറ്റീവും എൻഡും ഇതുവരെ പറയാത്ത ഒരു നമ്മൾ ഓർത്തോറോംബിക്കിൽ മാത്രം പറഞ്ഞതാണ്. പിന്നെ ഹെക്സഗണന്റെ കേസിക്ക് വരുമ്പോൾ പ്രിമിറ്റീവ് മാത്രം, റോമോഹൈഡ്രന്റെ കേസിൽ വരുമ്പോൾ പ്രിമിറ്റീവ് മാത്രം, ട്രൈക്ലിനിക്കിന്റെ കേസിൽ വരുമ്പോൾ പ്രിമിറ്റീവ് മാത്രം. നിങ്ങൾ ഓർഡർ ശ്രദ്ധിച്ചോ, പഠിക്കാൻ എളുപ്പം നോക്ക്. ഇത് മൂന്നിന് എന്ത് മാത്രമേ ഉള്ളൂ, പ്രിമിറ്റീവ് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മൾ ഇങ്ങനെ എഴുതിയ ഈ ഒരു ട്രിക്കിന്റെ മെച്ചം ഗുണം ഇതാണ്, ഈ മൂന്നിന് പ്രിമിറ്റീവ് മാത്രമാണ്. അപ്പൊ പ്രിമിറ്റീവ് മാത്രമുള്ള മൂന്നെണ്ണം ഏതാ വെച്ചാൽ നിങ്ങൾ ഈ ക്ലൂ ഉണ്ടാക്കി സി ടോം ഹെർ ട്രിക്ക്. അപ്പൊ ലാസ്റ്റുള്ള ഹെറിനും ട്രിക്കിനുമാണ് പ്രിമിറ്റീവ് മാത്രമുള്ളത്. ബാക്കി എല്ലാവർക്കും വേറെ എന്തൊക്കെയുണ്ട് മനസ്സിലായി. മൂന്നെണ്ണം ആയില്ലേ, മൊത്തം ഞാൻ പറഞ്ഞു 14 ഉള്ളതിൽ 3 കുറച്ചാൽ ഇനി എത്ര ഉണ്ട്, 11 കൂടി ഉണ്ട് അല്ലെ. ക്യൂബിക്കിന്റെ കേസിൽ പ്രിമിറ്റീവ്, ബോഡി സെന്റർ, ഫേസ് സെന്റർ. ടെട്രാളിന്റെ കേസിൽ ബോഡി സെന്റർ അതുപോലെ പ്രിമിറ്റീവ് എന്തായാലും ഉണ്ട്. പിന്നെ ഓർത്തോറോംബിക്കിന് എല്ലാതും ഉണ്ട്. പിന്നെ നമ്മളെ മോണോക്ലിനിക്കിന് പ്രിമിറ്റീവ് ഉണ്ട്. മറ്റുള്ളവർക്കൊന്നും വരാത്ത, ഓർത്തോറോംബിക്കിന് മാത്രം വന്നിട്ടില്ല എൻഡ് സെന്റർ. നിങ്ങൾ ഇത് കമ്പയർ ചെയ്തിട്ട് തന്നെ പഠിക്കണം, അല്ലെങ്കിൽ നമുക്കിത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. ഓക്കെ, സോ നമ്മൾ കാര്യമായിട്ട് ഇനി നോക്കേണ്ടത് ആ എഡ്ജുകളുടെ ആക്സിയൽ ലെങ്ത്തിന്റെ കാര്യം. അപ്പൊ ക്യൂബിക്കിന്റെ കേസിൽ നമുക്ക് എഴുതി വെക്കാം A = B = C. ടെട്രാഗണലിന്റെ കേസിലോ A = നിങ്ങളെ രസം നോക്കട്ടോ, അതിന്റെ എഴുതുന്ന രീതി നോക്കാം. A = B ≠ C. ഓർത്തോറോംബിക്കിന്റെ കേസിലോ A ≠ B ≠ C. നിങ്ങൾ തന്നെ നോക്കിക്കോ, എന്തോ ഒരു സുഖ പഠിക്കാൻ. 3 ഈക്വൽ, 1 ഈക്വൽ അല്ല, 2 ഈക്വൽ അല്ല. അപ്പൊ ആദ്യ സെറ്റ് കഴിഞ്ഞു. ഇനി വീണ്ടും നമ്മൾ എഴുതിക്കാൻ വേണ്ടത് മോണോക്ലിനിക് അല്ലേ. മോണോക്ലിനിക്കിന്റെ കേസിൽ ഇത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തിരിക്കുക. ഇതില്ലേ, ഇതൊന്നും കൂടി എഴുതാം. A ≠ B ≠ C. ഹെക്സഗണലിന്റെ കേസിലേക്ക് വരുമ്പോൾ ബാക്കിക്ക് പോവാ, ഇങ്ങോട്ട് എഴുതിയ സാധനത്തിന് നേരെ പിന്നിക്ക് കൊണ്ടുപോവാ. അടുത്ത സ്റ്റെപ്പ് എന്താണ്, A = B ≠ C. തിരിച്ചിട്ടോ, ഇവിടുന്ന് അങ്ങോട്ട് തന്നെ പോവാണ്. ഇനി ആരെ എഴുതേണ്ടത് നമ്മള്, അപ്പൊ നമ്മൾ ഏതൊക്കെ എഴുതിയത്, ക്യൂബിക് എഴുതി, ടെട്രാഗൺ എഴുതി, ഓർത്തോറോംബിക് എഴുതി, മോണോക്ലിനിക് എഴുതി, ഹെക്സഗൺ എഴുതി, റോംബോഹെഡ്രൽ എഴുതാണ്ട്. റോംബോഹെഡ്രൽ ആകുമ്പോൾ ഏറ്റവും മേലുള്ളത് A = B = C. ലാസ്റ്റ് വൺ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങണം, പക്ഷെ ആളില്ല, ഒറ്റ ആളേ ഉള്ളൂ. ഇനി അങ്ങോട്ട് എഴുതാൻ താല്പര്യം ആളില്ല, അതുകൊണ്ട് A ≠ B ≠ ഇത് എന്തിനാ ഞാൻ പഠിക്കുന്നത്, എന്തിനാ നിങ്ങൾ എന്തിനാ പഠിക്കുന്നത്, ഞാൻ എന്തിനാ പഠിക്കുന്നില്ല, നിങ്ങൾ എന്തിനാ പഠിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്ക്. 3 ഈക്വൽ, 1 ഈക്വൽ അല്ല, 1 ഈക്വൽ. ഇനി തിരിച്ചെഴുതാം, ഇവിടുന്ന് അങ്ങോട്ട് പോവാ. 1 ഈക്വൽ അല്ല, ഒരാള്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, ഈ C ആണ് ഈക്വൽ അല്ലാത്തത്. നെക്സ്റ്റ് എല്ലാവരും ഈക്വൽ ആണ്. തേർഡ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് നമ്മൾ, ഇതുപോലെ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങണം, പക്ഷെ വേറെ ആരും ഇല്ല ഇനി എഴുതാൻ. അതുകൊണ്ട് അത് മാത്രം എഴുതിയാൽ മതി, എളുപ്പമല്ല. ആ ഒരു സെറ്റ് ഫുള്ള് കഴിഞ്ഞു. പരീക്ഷയ്ക്ക് ഇനി ഓർമ്മയില്ലെങ്കിൽ ഇരുന്ന് എഴുതി ഉണ്ടാക്കിയാൽ പോലും കുഴപ്പമില്ല, നമുക്ക് ഉത്തരം കിട്ടാത്ത പ്രശ്നം ഉണ്ടാവില്ല. ഇനി നമുക്ക് ആംഗിളിനെ പറ്റിയിട്ട്, ആംഗിൾ ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, ടെക്സ്റ്റിലുള്ള പോലെ ഇങ്ങനെ α = 90, β = പഠിക്കാൻ പറ്റുമോ, അതും ബുദ്ധിമുട്ടാണ്. അതും ഇവിടെ നോക്കി നോക്കാം. ക്യൂബിക്കിന്റെ കേസിൽ α = β = γ = 90°. ഓക്കെ, കുഴപ്പമില്ല, 3 90°. നമ്മൾ മുമ്പ് പറഞ്ഞ പോയിന്റ് മറക്കരുത്, 90° ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ടെട്രാഗണലിന്റെ കേസിൽ α = β = γ = 90°. അതന്നെയാണല്ലോ, സെയിം ആണല്ലോ. ഇനി ഓർത്തോറോംബിക്കിന്റെ കേസിൽ എന്താ വരുന്നത്, α = β = γ = 90°. എന്താ വലിയ പഠിക്കാനുള്ളത്, 3 സെയിം ആണ് എന്ന് കഴിഞ്ഞില്ലേ, ഫസ്റ്റ് 3 കഴിഞ്ഞില്ലേ. ഇനി അടുത്തതാണ് മോണോക്ലിനിക്ക് വരുമ്പോ ശ്രദ്ധിക്കട്ടോ, ഇവിടുന്ന് കുറച്ച് ഇതിനേറെ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. α = γ = 90°, പക്ഷെ β ≠ 90°. ഓക്കെ, ഒരു സെറ്റ്. ഹെക്സഗണലിലേക്ക് വരുമ്പോ എന്താ ഉണ്ടാവുന്നത്, ഹെക്സഗണലില് α = β = 90°, γ = 120°. ഗാമയ്ക്ക് പ്രിസൈസ് ആംഗിൾ ഉണ്ട്, ഇവിടെ ആണെങ്കിൽ ബീറ്റയ്ക്ക് ഒരു ആംഗിൾ ഇല്ല, അതുകൊണ്ടാണ് ബീറ്റ 90 അല്ലാതെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ നോക്കി നോക്ക്, ഇവിടെ ആൽഫയും ഗാമയും 90, അതായത് α, β, ഗാമ. അപ്പൊ ആദ്യം ആൽഫയും ഗാമയും, പിന്നെ ആൽഫയും ബീറ്റ 90. ഇവിടെ ആണെങ്കിൽ ബീറ്റ 90 അല്ലാന്ന് പറയുന്നുണ്ട്, ഇവിടെ ഗാമ 120. ആ ഒരു വ്യത്യാസം മാത്രമേ ശ്രദ്ധിച്ചു വെക്കാം. നെക്സ്റ്റ് നമുക്ക് ആരെ പറയാനുള്ളത്, റോംബോഹെഡ്രൽ. റോംബോഹെഡ്രലിന്റെ നോക്കി നോക്ക്, α = β = ഗാമ. 3 ഈക്വൽ ആണ്, പക്ഷെ ഇത് 3 എന്തല്ല, 90° അല്ല. ലാസ്റ്റ് ഏതാ, ട്രൈക്ലിനിക്കിന്റെ കേസിൽ α ≠ β ≠ γ ≠ 90. ഇതന്നെ സാധനം, പക്ഷെ മുമ്പത്തെ കേസിൽ 3 ഈക്വൽ ആയിരുന്നു, ഇവിടെ 3 ഈക്വലും അല്ല 90° അല്ല. അപ്പൊ ഇത് പഠിക്കുന്നത് നല്ല എളുപ്പല്ലേ, കണ്ടാ കുറെ ഉണ്ടെങ്കിലും എന്ത് രസമായിട്ട് നമ്മൾ പറഞ്ഞത്. അപ്പൊ നിങ്ങളത് ഇതുപോലെ തന്നെ ടെക്സ്റ്റിൽ ഓർഡർ അല്ല, ഇതുപോലെ ബോക്സ് വരച്ച് നോട്ടിക്ക് എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും തരില്ല, ഇതുപോലെ ബോക്സ് വരച്ച് നോട്ടിക്ക് എഴുതണം. അതിന്റെ കൂടെ തന്നെ അതിന്റെ തൊട്ട് താഴെയായിട്ട് ഫിഗർ 1.11 നിങ്ങൾ വരച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഫിഗർ 1.11 ടെക്സ്റ്റിലുള്ള പോലെ വരയ്ക്കണം. നമുക്ക് ഇഷ്ടമുള്ള പോലെ വരച്ചിട്ട് കാര്യമില്ല, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ,
അപ്പൊ ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് ക്രിസ്റ്റൽ സിസ്റ്റങ്ങളെ പറ്റി പഠിച്ചു. അപ്പൊ ഓരോ ക്രിസ്റ്റൽ സിസ്റ്റത്തിന്റെ കേസിലും ചിലതിന്റെ കേസിൽ നമ്മൾ ഓരോ പ്രിമിറ്റീവ് മാത്രമേ, ചിലതിന്റെ ബോഡി സെന്റർ ഉണ്ട്, ഫേസ് സെന്റർ ഉണ്ട്. അപ്പൊ മൊത്തത്തില് ഈ ക്രിസ്റ്റൽ സിസ്റ്റങ്ങൾക്ക് എത്ര വേരിയേഷൻസ് എടുക്കാൻ പറ്റും എന്നുള്ളത് കൂട്ടി നോക്കുക നമ്മൾ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 14 ക്രിസ്റ്റൽ സ്ട്രക്ചറുകൾ കിട്ടിയില്ലേ? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രാവൈസ് ലാറ്റിസസ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, ക്യൂബിക്കിന്റെ കേസിൽ എല്ലാ കോർണറുകളിലും ഉണ്ട്. അപ്പൊ പ്രിമിറ്റീവായി. ഇനി നമുക്കറിയാം അടുത്ത ബോഡി സെന്റർ ആണ്. അപ്പൊ അത് എങ്ങനെ അറിയാം? നമ്മൾ തൊട്ട് ബോക്സ് പഠിച്ചപ്പോൾ തന്നെ നമ്മൾ അതിനുള്ള എളുപ്പവഴി പറഞ്ഞു. അപ്പൊ അവിടെ നോക്കി വെച്ചാൽ മതി. അപ്പൊ ഇവിടെ നോക്കാം, ഈ ക്യൂബിക്കിന്റെ കേസിൽ ബോഡി സെന്റർ വരുമ്പോൾ എല്ലാ കോർണറുകളിലും ഉണ്ട്, അതിന്റെ പുറമെ ആ ബോഡി സെന്ററിലും ഉണ്ട്. പിന്നെ ഏതാ? ഫേസ് സെന്റർ അല്ലേ? ഫേസ് സെന്റർ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്? ആക്ച്വലി ഇത്ര ഉള്ളു കാര്യം. നമുക്ക് 2 കളറിൽ ഡിനോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ എന്താ പറയുക? ആദ്യം നമുക്കൊരു ക്യൂബ് റെപ്രസെന്റ് ചെയ്യണം. സോ ഒരു ക്യൂബ്. ആ ക്യൂബിന്റെ കോർണറുകളിലൊക്കെ എന്തായാലും ഓൾറെഡി ആരുണ്ട്? ആറ്റംസ് ഉണ്ട്. അതിന്റെ പുറമെ ഞാൻ ഫേസ് സെന്റർ അല്ലേ? അപ്പൊ ഫേസ് സെന്ററിൽ നമുക്ക് മറ്റൊരു കളറിൽ മാർക്ക് ചെയ്യാം. ഇവിടെ ഒന്നുണ്ട്, ഈ ഫേസിന്റെ സെന്ററിൽ ഒന്നുണ്ട്, ഈ ഫേസിന്റെ സെന്ററിൽ ഒന്നുണ്ട്, ഇതിന്റെ സെന്ററിൽ ഒന്ന്, ഇതിന്റെ സെന്ററിൽ ഒന്ന്, താഴെ ഒന്ന്. ഇവരൊക്കെ കൂടി കൂട്ടി വരച്ചതാണ് നിങ്ങൾ ആ ഡോട്ടർ ലൈൻസ് ആയിട്ട് കാണുന്നത്. ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വര ഉണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വര. അതുപോലെ ഇതിനും ഉണ്ടാവും, അതുപോലെ ഇയാൾക്ക് ഉണ്ടാവും. ഇത് ശ്രദ്ധിക്കുക, ഇത് മുന്നിലാണ് കേട്ടോ, ഈ ഒരു സർഫേസിലാണ്. അതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറുക. അപ്പൊ അവരൊക്കെ കൂട്ടി കുറച്ച് ഡോട്ടർ ലൈൻസ് ഇട്ടിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ചിത്രത്തിൽ യാതൊരു ചേഞ്ചും ഇല്ല. ഇനി രണ്ടാമത്തത് നോക്കുക, ടെട്രാഗണലിന്റെ കേസിൽ അവിടെ എല്ലാ എഡ്ജിലും ഉണ്ട് അല്ലെ? മീൻസ് എല്ലാ കോർണറുകളിലും ഉണ്ട്. അതിന്റെ പുറമെ, അപ്പൊ അത് പ്രിമിറ്റീവായി. അതിന്റെ പുറമെ ബോഡി സെന്റർ മാത്രമേ ഉള്ളൂ. അതും കാണിച്ചു, ബോഡി സെന്ററും കാണിച്ചു. ഇനി ഏറ്റവും കൂടുതലുള്ളത് ഓർത്തോറോംബിക്കിനല്ലേ? അതാ പ്രിമിറ്റീവ് അവിടെ കിടക്കണം. പിന്നെ അടുത്തത് എഡ്ജ് സെന്റർ, എഡ്ജ് സെന്റർ എന്നാണ് ഞാൻ പറയുന്നത്, എൻഡ് സെന്റേഡ് അല്ലെ? 2 ഓപ്പോസിറ്റ് ഫേസിന്റെ സെന്ററിൽ മാത്രം അത് അവിടെ കാണിച്ചിട്ട്. നെക്സ്റ്റ് ബോഡി സെന്റർ, ബോഡീന്റെ സെന്ററിൽ മാത്രം. നെക്സ്റ്റ് ഫേസ് സെന്റർ, ഫേസ് സെന്റർ പറയുമ്പോൾ എല്ലാ ഫേസിന്റെ സെന്റർ. അപ്പൊ ഇത് നിങ്ങൾ കമ്പയർ ചെയ്യുക. ഫേസ് സെന്റർ പറയുമ്പോൾ എല്ലാ ഫേസിന്റെ സെന്ററിലും ഉണ്ട്. പക്ഷെ എൻഡ് സെന്റേഡ് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സെറ്റ് നിങ്ങൾ ഇതന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഈ 2 ഫേസ് എടുക്കുക, ഇവിടെ നിങ്ങൾ എടുക്കുക. പക്ഷെ കാണിക്കാൻ എളുപ്പം മേലും താഴെയാണ്, അതുകൊണ്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് 14 ബ്രാവൈസ് ലാറ്റിസ് ഉണ്ട്. അത് വരയ്ക്കാൻ അറിഞ്ഞേ പറ്റുള്ളൂ, യാതൊരു സംശയവും വേണ്ട. അത് പഠിച്ചു വെക്കുക, ചോദിച്ചാലും ഇല്ലെങ്കിലും. ഇനി നമ്മൾ ലാസ്റ്റ് ടോപ്പിക്ക് പോവാണ്, നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ. ഇത് നല്ല എളുപ്പമുള്ള ടോപ്പിക്കാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് മര്യാദയ്ക്ക് മനസ്സിലായില്ലെങ്കിൽ, പഠിച്ചില്ലെങ്കിൽ നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ ഇവിടെ ചില കാൽക്കുലേഷൻസ് ഒക്കെ വരും ആ ടോപ്പിക്കിൽ. അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവണ്ട തന്നെ ഇവിടെ ശ്രദ്ധിക്കുക. ഇത് നമുക്ക് എഴുതാനുള്ളത് നമുക്ക് എഴുതാം, പക്ഷെ ചിത്രം ടെക്സ്റ്റ് ബുക്ക് തന്നെ ഫോളോ ചെയ്യുക. കാരണം 3 ഡയമെൻഷനിൽ പറഞ്ഞാൽ മാത്രം ഇത് മനസ്സിലാവും. അപ്പൊ നമ്മളിപ്പോ ചില സ്ട്രക്ചറുകൾ കണ്ടു അല്ലെ? പ്രിമിറ്റീവ് കണ്ടു. പ്രിമിറ്റീവിൽ കോർണറിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യണത് ഇങ്ങനെ നമ്മൾ കണ്ട യൂണിറ്റ് സെൽ, പ്രിമിറ്റീവ്, ഫേസ് സെന്റർ, എൻഡ് സെന്റർ, ബോഡി സെന്റർ, അതിൽ ഓരോന്നിനും ടോട്ടൽ എത്ര പാർട്ടിക്കിൾസ് വരുന്നു നിങ്ങൾ പറയാം. ഓക്കെ, സോ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇത് എഴുതാനാട്ടോ, ചിത്രം വരയ്ക്കാനല്ല. ചിത്രം ഇവിടെ വരയ്ക്കുന്നേക്കാളും നല്ല ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യാണ്. ആദ്യം നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞുതരാം, പ്രിമിറ്റീവില് എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? പ്രിമിറ്റീവില്. അതുപോലെ തന്നെ എനിക്ക് ബോഡി സെന്റർ പറഞ്ഞു തരണം. പിന്നെ നമ്മളെ ഫേസ് സെന്റർ, എൻഡ് സെന്റർ പറയും. പ്രിമിറ്റീവിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? എണ്ണി നോക്കിക്കോ, ചിത്രം വെച്ചിട്ട് എണ്ണിക്കോ. 1 2 3 4 5 6 7 അല്ലേ? 8 കോർണറുകൾ ഉണ്ട്. അപ്പൊ 8 പാർട്ടിക്കിൾസ് അല്ലേ പ്രിമിറ്റീവിലുള്ളത്? എന്നാ 8 എണ്ണം ഇല്ല, ഒറ്റ ഒന്നേ ഉള്ളൂ. ഒരു പാർട്ടിക്കിൾ പ്രിമിറ്റീവിലുള്ളൂ, ഒറ്റ പാർട്ടിക്കിളേ ഉള്ളൂ. തെറ്റാണ് തോന്നുന്നുണ്ടോ? തെറ്റാണ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം പുസ്തകം എടുക്കുക. ഇവിടെ അതൊരു ക്രിസ്റ്റൽ സ്ട്രക്ചർ, ഒരു യൂണിറ്റ് സെൽ അല്ല കേട്ടോ. 1 2 3 4 5 6 7 8 യൂണിറ്റ് സെല്ല് ചേർന്നിട്ടുള്ളത്. ഇത് 3 ഡയമെൻഷണൽ സ്ട്രക്ചർ കാണിച്ചിട്ടുണ്ട്. അതിൽ ഒരു യൂണിറ്റ് സെല്ലിന്റെ കോർണർ, അതായത് ഇതേപോലെ ഒരു കോർണറില്ലേ, അവിടെ ഉള്ള ഒരു പാർട്ടിക്കിളാണ് ഈ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളത്. ഇപ്പോ ഈ കോർണർ ആരൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് നോക്ക്. നിങ്ങൾ എത്ര ആൾക്കാർ ഷെയർ ചെയ്യുന്നുണ്ട് നോക്ക്. ഈ കോർണർ, ഈ എഡ്ജ്, അതായത് ഈ ക്രിസ്റ്റലിന്റെ ഈ ഭാഗം ഷെയർ ചെയ്യുന്നുണ്ട്. ബാക്കിലുള്ള ക്രിസ്റ്റൽ ഷെയർ ചെയ്യുന്നുണ്ട്, ഉണ്ടല്ലോ അല്ലെ? ഈ ക്രിസ്റ്റൽ ഫ്രണ്ട്, ഞാൻ പെൻസിൽ കൊണ്ട് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ എഴുതാം, നിങ്ങളത് ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ഈ ക്രിസ്റ്റലിൻ്റെതാണ് ഈ പാർട്ടിക്കിൾ. അതുപോലെ പിന്നിലുള്ള ക്രിസ്റ്റൽ ഷെയർ ചെയ്യുന്നുണ്ട്.
ഇയാള് ഷെയർ ചെയ്യേണ്ട അതിന്റെ ഒരു ഭാഗം ഇയാൾക്കുള്ളതല്ലേ, ഒരു ഭാഗം ഇയാൾക്കുള്ളതാണ്. അപ്പൊ തന്നെ 4 ഇതുപോലെ 4 താഴില്ലേ, ഇതിന്റെ ഒരു ഭാഗം ഇയാൾ ഷെയർ ചെയ്യുന്നുണ്ട്, ഒരു ഭാഗം ഇയാൾ ഷെയർ ചെയ്യുന്നുണ്ട്, ഒരു ഭാഗം ഇയാൾ ഷെയർ ചെയ്യുന്നുണ്ട്, ഒരു ഭാഗം ഇയാളും ഷെയർ ചെയ്യുന്നുണ്ട്. സോ ടോട്ടൽ എത്ര ഷെയർ ആയിപ്പോ? 8 ഷെയർ ആയി അല്ലെ, 8 ഷെയർ ആയില്ലേ ഇപ്പോ. അപ്പൊ എഫക്റ്റീവായിട്ട് നമ്മൾ പറയുമ്പോ 8 പാർട്ടിക്കിൾ ഉണ്ടായിരുന്ന ഒരു പ്രിമിറ്റീവില്, അത് ശരിയാണ്, 8 ഉണ്ട്, കാരണം എല്ലാ കോർണറിലും ഓരോരുത്തരുണ്ടല്ലോ. പക്ഷെ എഫക്റ്റീവ് ആയിട്ട് വരുമ്പോ ഒരു ക്രിസ്റ്റലിന് എത്ര കിട്ടുന്നുള്ളൂ? ഓരോ പാർട്ടിക്കിളിനും 8 ആളുകൾ ഷെയർ ചെയ്യണതുകൊണ്ട് 8 × 1/8 ആകെ ഒരു പാർട്ടിക്കിളെ നെറ്റ് എഫക്റ്റ് ആയിട്ട് ഒരു യൂണിറ്റ് സെല്ലിന് കിട്ടുള്ളൂ. ഒന്നുകൂടി ഞാൻ പറയാ, ഇതാണ് സംഗതി. അതിന്റെ ഒരു കോർണർ നിങ്ങൾ ഇമാജിൻ ചെയ്യാം, അതിന്റെ ബാക്കിലേക്കും ക്രിസ്റ്റൽ ഉണ്ട്, ഫ്രണ്ടിലേക്കും ക്രിസ്റ്റൽ ഉണ്ട്, ഈ സൈഡിലേക്കും ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ 1, 2, അതുപോലെ ഇവിടെ 3, 4, താഴത്തേക്കും ഇതുപോലെ 4 അപ്പൊ മൊത്തം എത്ര എണ്ണായി? 8 എണ്ണായി. ഇനി ബോഡി സെന്റർ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ആകെ ബോഡീന്റെ സെന്ററിൽ മാത്രമല്ല ഉള്ളത് കേട്ടോ, എന്തായാലും കോർണറുകളിലുണ്ട്, അതിന്റെ പുറമെ ബോഡി സെന്ററിലുണ്ട്. അപ്പൊ കോർണറുകളിൽ നമ്മൾ കണ്ടുവച്ചു എത്ര എണ്ണാണ് എഫക്റ്റീവ് ആയിട്ട് വരും? 1. ഇനിയോ ബോഡി സെന്റർ കേസിൽ ഒരു സംശയവും വേണ്ട, അത് യൂണിറ്റ് സെല്ലിന്റെ ഉള്ളിലാണ് അല്ലെ. ബോഡി സെന്ററിന്റെ കേസിൽ അത് യൂണിറ്റ് സെല്ലിന്റെ ഉള്ളിലെ നടുവിലാണ് ആരുള്ളത്? ആ പാർട്ടിക്കിൾ. അപ്പൊ അത് വേറെ ആർക്കും ഷെയർ ചെയ്യാൻ കിട്ടൂല, അതുകൊണ്ട് അത് ഈ യൂണിറ്റ് സെല്ലിന്റെ മാത്രമാണ്. അപ്പൊ അത് മൊത്തം എത്ര എണ്ണായി? 2 പാർട്ടിക്കിൾ. ഓക്കെ, ഇനി ഇതിന് ശേഷം ടെക്സ്റ്റ് ബുക്ക് കാണാം. ഇനി ഫേസ് സെന്ററിന്റെ കേസ് ആണെങ്കിലോ, അത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഇപ്പോ ഇതൊരു ഫേസ് ആണ്, ഇവിടെ ഞാൻ മറ്റൊരു ബോക്സ് ഇതുപോലെ കൊടുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസ് ആക്ച്വലി 2 അളവുമാണ്. ഇയാൾക്കും ഈ ഫേസ് ഉണ്ട്, ഇയാൾക്കും ഈ ഫേസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടിക്കിളിനെ ഇയാളും ഷെയർ ചെയ്യും, ഇയാളും ഷെയർ ചെയ്യും. അതായത് ഓരോ ഫേസ് സെന്ററിലുള്ള പാർട്ടിക്കിളിനെയും അതിനെ 2 ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നെറ്റ് എഫക്ട് എന്താണ്? ഒരു പാർട്ടിക്കിളിന്റെ ഹാഫ് മാത്രമേ ഒരു യൂണിറ്റ് സെല്ലിന് കിട്ടുള്ളൂ. മൊത്തം എത്ര ഫേസ് ഉണ്ട് നമുക്കറിയാം. ഒരു ക്യൂബിന് എണ്ണിക്കോ 1, 2, 3, 4, 5, 6 6 ഫേസുകളുണ്ട്. 6 ഫേസിൽ ഓരോ പാർട്ടിക്കിൾ ഉണ്ടാവൂലേ ഫേസ് സെന്റേർഡില്? 6 × 6 × 1/2. എങ്ങനെ 1/2 വന്നത്? കാരണം ഇവിടെ ഫേസുകളുടെ കേസിൽ ഒരു ഫേസ് 2 യൂണിറ്റ് സെല്ലാണ് ഷെയർ ചെയ്യുന്നത്. 6 × 1/2 പ്ലസ് എല്ലാ കോർണറുകളിലും ഒരാളുണ്ട്, അത് നമ്മൾ എങ്ങനെ എഴുതാം? 8 × 1/8. ഓക്കെ, അപ്പൊ 6 × 1/2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 പ്ലസ് 8 × 1/8 1 അല്ലേ. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു 3 + 1. അപ്പൊ ടോട്ടൽ എത്രയായി? 4 പാർട്ടിക്കിൾസ് ആയി. ക്ലിയർ ആണ് പറഞ്ഞത്? അത് ആറ്റം ആണെങ്കിൽ ആറ്റം, മോളിക്യൂൾ ആണെങ്കിൽ മോളിക്യൂൾ. ഇനി ഒരാളും കൂടി ഡിസ്കസ് ചെയ്യാനുള്ളൂ, ഏതാണ് ഇങ്ങുള്ളത്? എൻഡ് സെന്റേർഡ് ആകുമ്പോൾ നമുക്കൊരു ആകെ 2 ഫേസിൽ മാത്രമേ ഇത് വരുന്നുള്ളൂ, പാർട്ടിക്കിൾസ് വരുന്നുള്ളൂ അല്ലെ, ഏതെങ്കിലും ഓപ്പോസിറ്റ് ഉള്ള 2 ഫേസുകളിൽ. അപ്പൊ നമ്മൾ എന്താ എഴുതേണ്ടത്? ആദ്യം പ്രിമിറ്റീവ് എന്തായാലും ഉണ്ട്, മീൻസ് അതിന്റെയൊക്കെ കോർണറുകളിൽ ആറ്റം ഉണ്ട് അല്ലെങ്കിൽ മോളിക്യൂൾ ഉണ്ട്. സോ 1/8 × 8 കോർണേഴ്സ് ആണുള്ളത്, ഓരോന്നിനും 8 ആൾ ഷെയർ ചെയ്യുന്നുണ്ട്. സോ 1/8 ഫ്രാക്ഷൻ മാത്രമേ ഒരു യൂണിറ്റ് സെല്ലിന് കിട്ടുള്ളൂ. പ്ലസ് അതിന്റെ 2 ഫേസിൽ മാത്രം എന്തുണ്ട്? പാർട്ടിക്കിൾ. അപ്പൊ 2 പാർട്ടിക്കിൾ ഉണ്ട്. ഇൻറ്റു അതിന് എത്ര ആൾ ഷെയർ ചെയ്യുന്നുണ്ട്? 1/2 ആൾക്കാർ ടു ആൾക്കാർ ഷെയർ ചെയ്യുന്നുണ്ട്, 2 യൂണിറ്റ് സെൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ നെറ്റ് എഫക്റ്റ് ആയിട്ട് 1/2 മാത്രമേ ഒരു യൂണിറ്റ് സെല്ലിന് കിട്ടുള്ളൂ. സോ ക്യാൻസൽ ചെയ്തു, ഇവിടെയും ക്യാൻസൽ ചെയ്തു. 1 + 1 = 2. അവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കുക, ബോഡി സെന്ററിലുള്ളതിന് ഈക്വൽ ആണ് ഏത്? എൻഡ് സെന്ററിന്റെ കേസ്. ഓക്കെ, അപ്പൊ ഇനി ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രാം നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ചൂടെ? ഈ പറഞ്ഞത് തന്നെയാണ് ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്, നോക്കി നോക്കാം. ഇതാ ബോഡി സെന്ററിന്റെ കേസിൽ 1, 2, 3, 4, 5, 6 പിന്നിലുണ്ട്, 7, 8. ഇത് എന്താണ്? കോർണറുകൾ ഉള്ളതാണ്. സെൻട്രൽ ആയിട്ട് ബോഡി സെന്റർ നിൽക്കുന്നുണ്ട്. അപ്പൊ ആ പാർട്ടിക്കിളിന് ആർക്കും ഷെയർ ചെയ്യാൻ കിട്ടില്ല, അതുകൊണ്ടോ ഇതിന് ആർക്കും ഷെയർ ചെയ്യാൻ കിട്ടൂല. അതുകൊണ്ട് ഇതെന്താണ്? അത് സിംഗിൾ ആയിട്ട് ആ യൂണിറ്റ് സെല്ലിന് കിട്ടും. സോ 1 പ്ലസ് ഈ കോർണറിലുള്ളത് 1/8 × 8, അതും 1 ആണ്. സോ നമുക്ക് 1 + 1 = 2. ഈ ബോഡി സെന്റർ ക്യൂബിക്കിനെ നമ്മൾ BCC എന്നാട്ടോ പറയുക. BCC ലാറ്റിസ് എന്നൊക്കെ കാണാം. അപ്പൊ അത് കേൾക്കാത്ത വാക്ക് പോലെ ഇരിക്കരുത്. ഇനി അതുപോലെ ഫേസ് സെന്ററിന്റെ കേസിൽ ഇത് പരീക്ഷയ്ക്ക് കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ ചോദിക്കാറട്ടോ. നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് വരിക. ഇനി അടുത്ത് ഫേസ് സെന്ററിന്റെ കേസിൽ നോക്കുക. ആദ്യം കോർണറുകളിലുള്ളത് അത് ഇങ്ങനെ തന്നെ എഴുതണം എക്സാമിന്. 8 × 1/8. അപ്പൊ എത്രയായി? 1 ആറ്റം. അതിന്റെ മുമ്പായിട്ട് എന്തുകൊണ്ടാണ് ഈ 1/8 വന്നത്, എന്തുകൊണ്ടാണ് 1/8 വന്നതെന്ന് പറയണം നമ്മള്. അപ്പൊ നമ്മൾ പറയാ, ഇൻ എ ഫേസ് സെന്റേർഡ് ക്രിസ്റ്റൽ ലാറ്റിസ് ഓർ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓർ യൂണിറ്റ് സെൽ, each particle in the phase center is shared by 2 unit cell. So the effective number of particles for a unit cell will be 1/2. In the case of primitive unit cell, the particles at the corners are actually shared by 8 unit cell. So each particle
it is actually shared by 8 unit cells. So one unit cell will only obtain 1 by 8 of a particle, which means 8 into 1 by 8, so a total of 1 particle will be ineffective obtained for 1 unit cell. Okay. അത്ര കാര്യങ്ങൾ പറയുന്നിട്ട് വേണം എഴുതാൻ കേട്ടോ. അപ്പൊ അതുപോലെ ഫേസ് സെന്ററിന്റെ കേസ് നമ്മൾ പറഞ്ഞു. പിന്നെ എൻഡ് സെന്റർ മെൻഷൻ ചെയ്യണില്ല, കാരണം ഫേസ് സെന്റർ തന്നെ ഒരു കേസ് ആയതുകൊണ്ട് ചോദിച്ചാൽ എഴുതാൻ അറിയാതിരിക്കരുത്. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാണെങ്കിൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സ് ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നെടുത്ത കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇന്നത്തെ നിങ്ങളുടെ ഹോംവർക്ക് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യനുകൾ തന്നെയാണ്. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് വർക്കിന്റെ നമുക്ക് കാണാം, വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പൊ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. ഇന്നത്തെ നിങ്ങൾ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എഴുതുക. ഇന്ന് തന്നെ ഈ പറഞ്ഞ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുപോലെ ഈ ബോക്സിന്റെ ട്രിക്ക് അത് വെറുതെ ഓർമ്മയിൽ നിന്ന് വരുന്നില്ല. നമ്മൾ അതിന്റെ കൂടെ എക്സാമ്പിൾ കൂടി പഠിക്കേണ്ടത് മറക്കരുത്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക തന്നെ വേണം. ഓക്കെ, അതുപോലെ വരയ്ക്കാനുള്ളതും. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഇത് നിങ്ങൾ നോട്ടിക്ക് കോപ്പി ചെയ്യണം, മറക്കരുത്. ഇതും വരയ്ക്കണം, ഇതും വരയ്ക്കണം, നോട്ടിക്ക് കോപ്പി ചെയ്യണം. പിന്നെ നമ്മൾ നോട്ട്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരാം. അതിന്റെ പുറമെ ഇത് നിങ്ങൾ നോക്കി വെക്കുക, എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കി വെക്കുക. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങളെ ഫീഡ്ബാക്ക് എന്തെങ്കിലും നിങ്ങൾ പറയുക. അതുപോലെ തന്നെ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കുക. ചെറിയ ചില പ്രശ്നങ്ങൾ നമ്മൾ ഇന്നലെയും അതുപോലെ ഡേ ബിഫോർ യെസ്റ്റർഡേ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങളൊന്നല്ല, സോഫ്റ്റ്വെയറിന്റെ അതുപോലെ യൂട്യൂബിന്റെ ചില മിസ്റ്റേക്കുകളൊക്കെയാണ്. അപ്പൊ അത് അപ്പൊ ക്ലിയർ ആവുന്ന സമയത്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്നലെയൊക്കെ നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അത്തരത്തിൽ വരാതെ നമുക്ക് ശ്രമിക്കാം. പക്ഷെ നമ്മുടെ കയ്യിൽ അല്ലാത്ത കാര്യങ്ങൾ നമുക്കൊന്നും ചെയ്യാനില്ല. സോ കോപ്പറേറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.